ജൂൺ 14 ലോക രക്തദാന ദിനം. ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനപ്രകാരം 2004 മുതൽ ജൂൺ 14 ലോക രക്തദാന ദിനമായി ആചരിക്കുന്നു. രക്തദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയും എല്ലാവരെയും സ്വമേധയാ രക്തദാനത്തിന് സന്നദ്ധരാക്കുകയും ലോകമെമ്പാടുമുള്ള സന്നദ്ധ രക്തദാതാക്കൾക്ക് നന്ദി പ്രകടിപ്പിക്കുകയുമാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. രക്തഗ്രൂപ്പുകളുടെ കണ്ടുപിടുത്തത്തിന് 1930 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം നേടിയ കാൾ ലാൻഡ് സ്റ്റെയ്നറുടെ ജന്മദിനമാണ് ലോക രക്തദാന ദിനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു മനുഷ്യന് സമൂഹത്തോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ കാര്യങ്ങളിൽ ഒന്നാണ് രക്തദാനം. അപകടങ്ങളിൽപ്പെട്ട് രക്തം നഷ്ടപ്പെടുന്നവർ, സർജിക്കൽ രോഗികൾ, ക്യാൻസർ രോഗികൾ തുടങ്ങി ജീവന് ഭീഷണിയാകുന്ന അവസ്ഥയിലൂടെ കടന്നുപോകുന്നവർക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് രക്തദാനം സഹായിക്കുന്നു. ലോകാരോഗ്യ സംഘടനയുടെ 8 ഔദ്യോഗിക പൊതു ആരോഗ്യ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ലോക രക്തദാന ദിനാചരണം. ലോകാരോഗ്യ ദിനം, എയ്ഡ്സ് ദിനം, മലമ്പനി ദിനം, ഹെപ്പറ്റൈറ്റിസ് ദിനം, രോഗപ്രതിരോധ ദിനം, പുകയില വിരുദ്ധ ദിനം എന്നിവയാണ് മറ്റുള്ളവ. കുട്ടിക്കൃഷ്ണ മാരാർ ജന്മദിനം. കല ജീവിതം തന്നെ, ഭാരത പര്യടനം, സാഹിത്യഭൂഷണം, രാജ്യാങ്കണം, സാഹിത്യ സല്ലാപം തുടങ്ങിയ മലയാള സാഹിത്യത്തിലെ എക്കാലവും വായിക്കപ്പെടുന്ന സാഹിത്യ നിരൂപണ കൃതികളുടെ കർത്താവും മലയാള നിരൂപണ സാഹിത്യത്തിലെ ആദ്യകാല നിരൂപകരിൽ ഏറ്റവും ശ്രദ്ധേയനായ സാഹിത്യ നിരൂപകനുമായ കുട്ടിക്കൃഷ്ണ മാരാർ 1900 ജൂൺ 14 മലപ്പുറത്തെ തിരൂരിനടുത്ത് തൃപ്രങ്ങോട്ട് ജനിച്ചു. പട്ടാമ്പി സംസ്കൃത കോളേജിൽ നിന്ന് സാഹിത്യ ശിരോമണി പരീക്ഷ പാസ്സായ ശേഷം കലാമണ്ഡലത്തിൽ സാഹിത്യ അധ്യാപകനായും മാതൃഭൂമിയിൽ പ്രൂഫ് റീഡറായും ജോലി ചെയ്തു. അക്കാലത്തെ ഏറ്റവും തലയെടുപ്പുള്ള സാഹിത്യ നിരൂപകനായി മാറിയ അദ്ദേഹം ഭാരതീയ സാഹിത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തൻ്റെ നിരൂപണ വൈഭവം പ്രകടമാക്കി. മഹാഭാരതത്തിലെ വിവിധ കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും യുക്തിയുടെയും ശാസ്ത്രീയതയുടെയും മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് വിലയിരുത്തിയ ഭാരത പര്യടനം എന്ന നിരൂപണ കൃതി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട നിരൂപണ കൃതികളിൽ ഒന്നാണ്. 1976 ഏപ്രിൽ 6 അദ്ദേഹം അന്തരിച്ചു.